ആദരവാകുന്ന പ്രവാചകരാകുന്ന മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഈ മനോഹരമാകുന്ന സമസ്തയുടെ പരിപാടിയിൽ വന്ന് കടന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ അല്ലാഹുവേ കിലോമീറ്റർ കണക്കാന് ദൂരെ കിടക്കുന്ന റസൂലുള്ളാഹിയുടെ റൗളയുടെ ചാരത്തേക്ക് സ്വലാത്ത് ചൊല്ലുക. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിലേക്ക് റസൂലുള്ളാഹി കടന്നു വരുന്നതാ. അതുകൊണ്ട് ഈ മനോഹരമാകുന്ന സദസ്സിലേക്ക് കടന്നിരിക്കുന്നവരോട് സ്നേഹത്തിൽ ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണ്ടേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണ്ടേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗമെന്ന് പറയുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കിടക്കണ്ടേ. അതിനുള്ള മാർഗമെന്താണ് എന്നീ മഹനീയമാകുന്ന സദസ്സിലതാ പറയാൻ പോവുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഗഫാറായ അല്ലാഹ്, സത്താറായ അല്ലാഹ്, ജബ്ബാറായ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവനാകുന്ന ഉമ്മ പെങ്ങന്മാർക്ക് റസൂലുള്ളാഹിയെ ഹിലാവിൽ കാണാൻ സൗഭാഗ്യം കൊടുക്കണേ നാഥാ, കൊടുക്കണേ റബ്ബേ. റസൂലുള്ളാഹിയുടെ കൂടെ സ്വർഗ്ഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലപ്പെട്ടവരെ കരഗതമാക്കണം. അതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു ആദർശം, ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോ വേൾഡ് കപ്പ് അല്ലെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയായി ഞാൻ നിങ്ങളുമെല്ലാം പല ടീമുകളുടെ പുറകിലും എന്റെ പ്രിയപ്പെട്ടവരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നവരാ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മെസ്സിയെ കാണാൻ ആഗ്രഹിച്ചവരാ, നമ്മൾ എംബാപ്പയെ കാണാൻ ആഗ്രഹിച്ചവരാ, നമ്മൾ റൊണാൾഡോയെ കാണാൻ ആഗ്രഹിച്ചവരാ. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഇന്ന് വരെ റസൂലുള്ളാഹിയെ കിനാവിലൊന്ന് കാണാൻ ആഗ്രഹിച്ചവരുണ്ടോ? ഉണ്ടോ? റസൂലുള്ളാഹിയെ ഒന്ന് കിനാവിന്റെ ഉള്ളിൽ രാത്രിയിൽ വന്ന് കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹി എന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഒന്ന് കടന്നു വരണം എന്ന് ആഗ്രഹിച്ചവരുണ്ടോ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു, അർജന്റീന കപ്പടിച്ചു. പടച്ചോന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കപ്പടിക്കോ അതോ നരകത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പോവോ? ചിന്തിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ് അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയും എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്ന് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു തന്നു നബിയെ, അങ്ങക്ക് വേണ്ടി എല്ലാവിധ നന്മകളും ചെയ്തു തന്നു നബിയെ, അങ്ങക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നു നബിയെ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ ചോദിക്കുകയാണ്, അല്ലയോ റബീഅേ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂലാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയോ, ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ പറയുകയാ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലാകുന്ന നബി തങ്ങൾ അതാ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, സ്വർഗ്ഗമെന്ന് പറയുന്നു ഏറ്റവും വലിയ മഹനീയമാകുന്ന പ്രതിഫലമുണ്ടല്ലോ, കരഗതമാക്കുമ്പോ അതിന് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗഭാഗ്യം തരണ നബിയേ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലയോ റബീഅേ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും അഭിലാഷമുണ്ടോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറയുകയാണ്, ഇല്ല ഇല്ല,
അല്ലാഹുവിന്റെ നബിയെ സ്വർഗ്ഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അതിന് നിങ്ങളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെയൊന്നും ആഗ്രഹമില്ല. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതോ പറയുകയോ, 5 ആളുകളുണ്ടല്ലോ, 5 വിഭാഗം ആളുകളുണ്ടല്ലോ, 5 അടയാളങ്ങളുണ്ടല്ലോ. ആരുടെ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവര് കടന്നു വന്നു ഇൻഷാ അല്ലാഹ് അവര് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. റസൂലുള്ളാഹിയുടെ കൂടെ എന്റെ പ്രിയമുള്ളവര് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറയുകയാണ്, എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും അതാ മരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും അതാ വിട പറയുന്നതാണ്. നിന്റെ വീടിന്റെ ഉള്ളറയിലേക്ക് അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നതാണ്. അസ്റായീൽ കടന്നു വരുമ്പോ നീ നമസ്കരിച്ചവരാണോ, നീ നോമ്പ് പിടിച്ചവരാണോ, നീ നന്മ ചെയ്തവരാണോ, നീ സകാത്ത് കൊടുത്തവരാണോ, നീ ഒരുപാട് ഹജ്ജുകൾ ചെയ്തവരാണോ, നീ ഉംറകൾ ചെയ്തവരാണോ, നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനാ? പുഞ്ചിരിക്കുന്ന മുഖമായി കടന്നു വരുന്നതാണ്, പുഞ്ചിരിക്കുന്ന മുഖമായി കടന്നു വരുന്നതാണ്. അല്ലാഹുവേ സുഗന്ധമതാ പരത്തിക്കൊണ്ട് കടന്നു വരുന്നതാണ്. നിസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, പൈസയുണ്ടായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ദീനിന് വേണ്ടി കൊടുക്കാതെ തിന്മ ചെയ്തുകൊണ്ട് കോഴിപ്പുറത്തിന്റെ പരിസരത്തിലൂടെ നടന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനെ? അല്ലാഹുവേ പേടിപ്പിക്കുന്ന രീതിയിൽ കടന്നു വരുന്നതാണ്. ദുർഗന്ധമതാ പരത്തിക്കൊണ്ട് കടന്നു വരുന്നതാണ്, പേടിപ്പിക്കുന്ന രീതിയിൽ കടന്നു വരുന്നതാണ്. അസ്റായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ നീയതോ കരയുകയാ. പേടിയാകുന്നു അല്ലാഹ്, പേടിയാകുന്നു റബ്ബേ, പേടിയാകുന്നു റബ്ബേ. അസ്റായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ അസ്റായീലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഇനി എനിക്കൊരു സെക്കൻഡ് തന്നാൽ, ഇനി എനിക്കൊരു മണിക്കൂർ തന്നാൽ, ഇനി എനിക്കൊരു മിനിറ്റ് തന്നാൽ, പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ നമസ്കരിക്കോ, ഞാൻ നന്മ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അസ്റായീൽ പറയുകയോ, വേണ്ടടാ വേണ്ടടാ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 15 വയസ്സ് വരെ, 20 വയസ്സ് വരെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയവരെ അസ്റായീൽ പറയുകയോ, വേണ്ടടാ വേണ്ടടാ, അല്ലാഹുവേ നിന്നെ അതാ ഖബറിൽ കൊണ്ട് വെക്കുകയാണ്. ഈ മനോഹരമാകുന്ന മലബാറിന്റെ പ്രദേശത്ത് അല്ലാഹുവേ കോടിക്കണക്കാന വാഹനങ്ങളുള്ളവര്, കോടിക്കണക്കാന വാഹനങ്ങളുള്ളവര്, നിന്റെ യഥാർത്ഥ വാഹനമേതാ? നിന്റെ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന വാഹനമേതാ? സബ്ബൂഖ് എന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, നിന്നെ അതാ അതിലേക്ക് കയറ്റുകയാ. എന്നിട്ടതാ പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതുവരെ പടച്ചവന്റെ പള്ളിയിൽ നമസ്കരിക്കാത്തവര് നിന്നെ അതാ പള്ളിയിലേക്ക് കയറ്റുകയാ. നീ അതാ കരയുകയാണ്, അല്ലാഹുവേ എനിക്ക് ഖബർ പേടിയാണ് അല്ലാ, എനിക്ക് ഖബർ ഭയമാണ് അല്ലാ, ഖബർ എനിക്ക് ഭയമാണ് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ നിന്റെ മക്കള് വന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ടതാ പള്ളിക്കാട്ടിലേക്ക് മയ്യത്തതാ എടുക്കുകയാണ്. ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അല്ലാഹുവേ എല്ലാവരും അതാ നിന്നെ അതോ വിട പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവേ സൂർ എന്ന് പറയുന്ന കാഹളത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഊത്തൂതി കഴിയുമ്പോ ലോകം മുഴുവനും അവസാനിക്കുകയാ. രണ്ടാമത്തെ ഊത്തൂതുമ്പോ ആളുകളെല്ലാം പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ എല്ലാവരും അതോ പരലോകത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ പല രീതിയിലും പടച്ചവന്റെ പരലോകത്തേക്ക് ആളുകൾ അതാ കടന്നു വരികയാ.
പടച്ചവന്റെ പരലോകത്തേക്ക് ആളുകളതാ കടന്നു വരികയാ. അല്ലാഹുവേ, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, നായിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കൈയില്ലാതെ കാലില്ലാതെ മൂക്കില്ലാതെ കണ്ണില്ലാതെ മലദ്വാരമില്ലാതെ. എന്റെ പ്രിയമുള്ളവരെ, തലയിലൂടെ ചോരയൊലിച്ചുകൊണ്ട്, തലയിലൂടെ പഴുപ്പതാ ഒലിച്ചുകൊണ്ട്, കണ്ണിലൂടെ പഴുപ്പതാ ഒലിച്ചുകൊണ്ട് പല ആളുകളും അത് കടന്നു വരികയാ. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ കീഴില്, അല്ലാഹുവേ, ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, ഒരു സിംഹാസനമുണ്ട് മോനെ, അതിലതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, ഇരിക്കുന്നില്ല. നബി തങ്ങളതോ ഇരിക്കുന്നില്ല. നമുക്ക് വേണ്ടി ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതോ സുജൂദിലതോ കിടക്കുകയോ. അല്ലാഹുവിന്റെ റസൂല് ഈ ദാരിമിക്ക് വേണ്ടി പ്രിയമുള്ളവര്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രിയമുള്ളവര് സുജൂദിൽ കിടക്കുകയോ. ഉടൻ തന്നെ അല്ലാഹു പറയുകയാണ്, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അതാ പറയുകയാ, നബിയേ, നിങ്ങൾ സുജൂദിൽ കിടക്കല്ല നബിയേ, നിങ്ങൾ കരയല്ല നബിയേ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഇല്ല അല്ലാഹ്, എന്റെ ഉമ്മത്ത് പാവമാണ് അല്ലാഹ്, എന്റെ ഉമ്മത്ത് ദയനീയമാണ് അല്ലാഹ്, അവര് സാധുക്കളാണ് റബ്ബേ, അവരെ സ്വർഗത്തിലേക്ക് കടത്തണേ നാഥ, അവരെ സ്വർഗത്തിലേക്ക് കടത്തണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകനതാ കരയുകയാ. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ നബിയെ കൊണ്ടുപോയിക്കോ നബിയെ, എല്ലാവരെയും കൊണ്ടുപോയിക്കോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയുമ്പോ റസൂലുള്ളാഹി എതിർത്തവരെ, മങ്കൂസ് മൗലിദിനെ എതിർത്തവരെ, ബദരീകളെ എതിർത്തവരെ, അല്ലാഹുവിന്റെ റസൂലിനെ എതിർത്തുകൊണ്ട് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മക്കളെ എതിർത്തുകൊണ്ട് നടന്നവരെ നിന്നെ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുപോകൂല. എന്നാൽ 5 വിഭാഗം ആളുകളെ ഉണ്ടല്ലോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതോ കൊണ്ടുപോവുകയാ. ഒന്നാമത്തതാരാ ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, റബിയേ, നീ കരയല്ല റബിയേ, എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനൊന്നാമത്തെ മാർഗമേതോ, നീ സുജൂദുണ്ടല്ലോ അധികരിപ്പിക്കുക, നീ നമസ്കാരമുണ്ടല്ലോ അധികരിപ്പിക്കുക. പടച്ചവന്റെ പള്ളിയിലും മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് നമസ്കരിക്കുന്നവരാരാ, നമസ്കരിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. അല്ലാഹുവേ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന സാധുക്കളെ അല്ലാഹ് മരിക്കുന്ന സമയം വരെ ഈമാനോടെ അല്ലാഹുവേ പടച്ചവന്റെ പള്ളിയിൽ ജമാഅത്തായിട്ട് അല്ലാഹുവേ ഒന്നാമത്തെ സഫില് ഇമാമിന്റെ വലത്തെ ഭാഗത്ത് നമസ്കരിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ, തൗഫീഖ് തരണേ റസൂൽ പറയണ് 5 വിഭാഗം ആളുകൾ റസൂലുള്ളാഹിയുടെ കൂടെ കൂട്ടുകാരായിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കും. അതിലൊന്ന് സുജൂദ് അധികരിപ്പിക്കണവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുമ്പോ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണവരാരാണ്? അവരാണ് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കണമെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ ആയിട്ട് ഇഖ്ലാസോടെ നിസ്കരിച്ചിട്ടുണ്ട്? നമ്മൾ ഇതുവരെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ വന്നിട്ട് ഉസ്താദിന്റെ പുറകിൽ നമ്മൾ നിന്ന് ഈമാനോടെ ഇഖ്ലാസോടെ അതബോടെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരൊക്കെ
പണ്ടൊക്കെ മഹാന്മാരെന്ന് പറയണത് നിസ്കരിക്കുമ്പോ അവർക്ക് വേറൊരു ചിന്തയില്ല. അവർക്ക് ഇനി പുറത്ത് എന്ത് വെടിക്കെട്ട് നടന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ നമുക്ക് ഉസ്താദുമാര് ഒരു 5 മിനിറ്റ് എങ്ങാനും ഒരു ദുആ കൂടി പോയാൽ, അല്ലെങ്കിൽ നിസ്കാരം എങ്ങാനും എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് വൈകിപ്പോയാൽ അവരെ കുറ്റം പറയാനും അവരെ എന്റെ പ്രിയപ്പെട്ടവരെ ആരോപണം നടത്താനാണ് നമ്മൾ പോണത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. എന്തിനാ? ഞാൻ ചായക്കടക്കാരെ കുറ്റം പറഞ്ഞില്ല കേട്ടോ. എല്ലാ പള്ളിയുടെ മുമ്പിൽ ഒരു ചായക്കട ഉണ്ട്. എന്തിനാ? ചില ആളുകളുണ്ട് അസറൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചില വാപ്പമാര് ഈ ചായക്കട കയറും, ചായ ഓർഡർ ചെയ്യും, പക്ഷെ കടി ഓർഡർ ചെയ്യൂല. എന്താ ചെയ്യണേ? ചായ കുടിക്കും, ഉസ്താദിനെ കടിക്കും. ഉസ്താദിനെ കുറ്റം പറഞ്ഞു, ഉസ്താദിനെ കുറ്റം. ഉസ്താദ് നമുക്ക് ഇന്ന് കണ്ടില്ലേ കുറച്ചു നേരം നിസ്കാരം നീട്ടി ചങ്ങാതി, കണ്ടില്ലേ ഇന്ന് ഉസ്താദ് ഇവിടുത്തെ കാര്യം ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ കുറ്റം പറയാൻ വേണ്ടി ചില ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കമ്മിറ്റിക്കാരോടൊക്കെ മിക്ക ആളുകളും പറയാറുണ്ട്, നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത്തെ സഫിന്റെ മുമ്പിലുള്ള ഭിത്തിയിൽ ഒരിക്കലും ക്ലോക്ക് കൊണ്ടുവെക്കരുത്. പള്ളിയുടെ ഭിത്തിയിൽ ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്നിട്ട് ക്ലോക്ക് വെക്കരുത്. അത് ഏത് ഹാജിയാർ പറഞ്ഞാലും വെക്കരുത്. എന്തെന്നറിയോ? ചില ചങ്ങാതിമാര് വന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കഴിയോ എന്നൊരു ചിന്തയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ചില ആളുകൾ പള്ളിയിൽ വന്നിട്ട് പല്ലിയുടെ എണ്ണം നോക്കുക. അല്ല, ഇവിടെ പല്ലി ഈ പല്ലിയുടെ എണ്ണം ഇങ്ങനെ നോക്കുക. മിഹ്റാബിൽ കൂടെ എത്ര പല്ലി പോകുന്നുണ്ട്, എത്ര പല്ലിക്കാട്ടുണ്ടെന്ന ചില ആളുകൾ നോക്കണത്. ചില ആളുകൾ നിസ്കരിക്കുമ്പോ ഭാര്യയിലാ ചിന്ത. ചില ആളുകൾക്ക് ചിന്ത എന്താ? പുറത്ത് കൊണ്ടിട്ട ലൂണാസിന്റെയും മറ്റേ അഡിഡാസിന്റെ ഒക്കെ ഷൂ എങ്ങനെ ഉണ്ടത് പോയിട്ടുണ്ടാവും എന്നുള്ള ചിന്തയാ ചില ആളുകൾക്ക്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ചില പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടല്ലേ മൂത്രപ്പുരയില് എങ്ങനത്തെ ചെരുപ്പാ? കീറിയ ചെരുപ്പ്. ചില ബക്കറ്റുകൾ ചെറിയൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം എടുക്കുമ്പോൾ പിന്നെ ചങ്ങാതി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിയ്യത്തിൽ. അങ്ങനെയൊക്കെ പല രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പേടിയാ, ഭയവാ. നമ്മുടെ സ്വത്തൊക്കെ പോവോ, നഷ്ടപ്പെടുവോ, നമ്മൾ ഊരിയിട്ട ചെരുപ്പൊക്കെ നമുക്ക് നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ചിന്ത പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ ഇഖ്ലാസോടെ, ഈമാനോടെ, അദബോടെ ആരാണ് പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ പള്ളിയിൽ കടന്നു വരുന്നത്, അവനാണ് സ്വർഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി കടക്കണത്. റസൂലുള്ളാഹിയുടെ കൈ പിടിച്ച് കടക്കണതെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇന്നലെ വരെ എങ്ങനെ നടന്നു എന്ന് ചിന്തിക്കണ്ട. ഇന്നലെ വരെ നമസ്കരിക്കാത്തവരായിരിക്കും, ഇന്നലെ വരെ ഒന്നും നന്മകളൊന്നും ചെയ്യാത്തവരായിരിക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് സയ്യിദന്മാർ ഒരുപാടുള്ള ഒരു നാടാണ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരോട് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത് അത് വലിയ ബറക്കത്തോ, അത് വലിയ ബറക്കത്തോ. അല്ലാഹുവേ, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ തലനാര് അറുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഖത്താബിന്റെ മകനാകുന്ന ഉമർ ഉണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരികയോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് പ്രബോധനം നടത്തുകയോ, അല്ലാഹുവിന്റെ റസൂലാകുന്ന നബി തങ്ങളുടെയോ സന്തത സഹചാരിയായിട്ട് ഉമർ തങ്ങൾ കടക്കുകയോ. ആരാണ് ഉമർ തങ്ങള്? ആരാണ് ഉമർ തങ്ങള്? ആരാണ് ഉമർ തങ്ങള്? ലൗകാന ബഅദ നബിയ്യാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുകയാണ്, എനിക്ക് ശേഷമുണ്ടല്ലോ ഒരു പ്രവാചകനെങ്ങാനും കടന്നു വന്നാൽ അതാരെന്നറിയോ? അതാരെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ ഈ മഹനീയമാകുന്ന സദസ്സിലിരിക്കുന്നവര് ഉമർ തങ്ങൾ പറയുകയോ, കാരണം കൂടാതെ ആരെങ്കിലും ഒരാൾ ഒരു വഖത്ത് നമസ്കാരമുണ്ടല്ലോ, കാരണമില്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു വഖത്ത് നമസ്കാരമുണ്ടല്ലോ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദീനിന് പുറത്തോ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തോ. നീ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഉമർ
തങ്ങൾ പറയാ, റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമർ തങ്ങൾ പറയാ, ഒരു വഖത്തെങ്ങാനും കാരണം കൂടാതെ നിങ്ങൾ ഖലാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ദീനിൽ നിങ്ങൾ പുറത്താണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു പഠിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ചില ഉമ്മമാർക്ക് ഇന്ന് കാരണം എന്ന് പറയണ എന്താ? എന്റെ പ്രിയപ്പെട്ട നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരോട് പറയാ, ചില ഉമ്മമാരുണ്ട് എങ്ങനെയെന്നറിയോ, ളുഹ്ർ ബാങ്ക് വിളിച്ചാലും നമസ്കരിക്കൂല. അവരപ്പോഴും ഈ മീൻപെട്ടിയും ചോറും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കും. അവസാനം 3:30 മണിയാകുമ്പോൾ അസ്ർ ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ ചില ഉമ്മമാർ ഇങ്ങനെ ഓടി വന്നിട്ട് എന്ത് ചെയ്യും? രണ്ടും കൂടി ഒരുമിച്ച് നിസ്കരിക്കാനുള്ള പണി കാട്ടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതൊരു കാരണമല്ല. ഇപ്പൊ ഈ സദസ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോ പല ആളുകളും പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ഇന്ന് മഗ്രിബ് ഖളായി പോയി എന്ന് പറയും. അതിവിടെ കസേര നിരത്തിയിടാനാണെങ്കിലും ഇതിന്റെ ഓടി നടന്നതാണെങ്കിലും ഇത് കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കാനാണെങ്കിലും അതെന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാരണമല്ല. അതുകൊണ്ട് കാരണം കൂടാതെ ഒരു വഖത്ത് നമസ്കാരമെങ്കിലും ഞാനും നിങ്ങൾ ഖളാക്കി കഴിഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ ഈമാനോടെ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടുകൂടി 5 വഖത്ത് നമസ്കാരം നമസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമർ തങ്ങളുടെ ഒരു കൽബ് പടക്കൽ ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. ഉമർ തങ്ങളെ കൽബ് പടക്കൽ ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു ചരിത്രം നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് കേറണം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നാളെ ചോദിക്കാ, ആരാണ് ഖത്താബിന്റെ മകൻ ഉമർ എന്ന് ചോദിച്ചാ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരാ ഉമർ തങ്ങൾ? ആരാ? സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് പോവുകയാണ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുമ്പോ ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സഹാബതൻ ഫീ സബീലിക വമൗതക ഫീ ബലദി നബിയിക. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങള്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാമാകുന്ന ഉമർ തങ്ങൾ ദുആ ചെയ്യുകയോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സഹാബതൻ ഫീ സബീലിക വമൗതക ഫീ ബലദി നബിയിക. അല്ലാഹുവേ, എന്നെ ഷഹീദായി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്നെ ഷഹീദായി മരിപ്പിക്കണേ അല്ലാഹ്. മദീനയുടെ മസ്ജിദുൻ നബവിക്കകത്ത് പടച്ചവനെ, എന്നെ നീ ഷഹീദായി മരിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ദുആ ചെയ്യുകയോ. ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ സ്വഹാബത്ത് അത്ഭുതപ്പെടുകയോ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ മദീനയിലോ അല്ലാഹുവേ യുദ്ധമില്ലല്ലോ, യുദ്ധമില്ലല്ലോ അല്ലാഹുവേ. പിന്നെങ്ങനാണ് ഉമർ തങ്ങൾ അല്ലാഹുവേ ഷഹീദായി മദീനയിലോ മരിക്കുന്നത് റബ്ബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഖത്താബിന്റെ മകനാകുന്ന പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞപ്പോ മക്കത്ത് വെച്ച് ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ നീ മദീനത്ത് വെച്ച് ഷഹീദായി മരിപ്പിക്കണേ അല്ലാഹ്. ഭയങ്കര ദുആണ്. ഉംറയ്ക്ക് പോയവർക്കറിയാം മദീന എന്ന് പറയുന്നത് വല്ലാത്തൊരു സൗന്ദര്യമാണ്. പല ആളുകളും വന്നിട്ട് പരാതി പറയും, ഉസ്താദേ ഉംറയ്ക്ക് പോയപ്പോ മക്കത്ത് വെച്ച് ഒരു അസുഖം ഇല്ലായിരുന്നു ഉസ്താദേ, മദീനത്ത് ചെന്നപ്പോ ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു ഉസ്താദേ. അല്ലേ, ഉംറയ്ക്ക് പോയവർക്കറിയാം മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ചെറിയൊരു തലവേദനയാ, മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു വിഷമമാ. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളും റസൂലുള്ളാഹിയും അബൂബക്കർ തങ്ങളും എല്ലാവരും കൂടി എന്റെ പ്രിയപ്പെട്ടവരെ പാലായനം ചെയ്ത് മദീനത്തേക്ക് കടന്നു വന്നപ്പോ ബിലാൽ തങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ നമുക്ക് മക്കത്തേക്ക് തിരിച്ചു പോവാം, നമുക്ക് ഭയങ്കര അസുഖ നബിയെ, പല രീതിയിലുള്ള പനികളും നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ മദീനയിലേക്ക് ഇവരുടെ ഹൃദയം നീ അടുപ്പിക്കണേ അല്ലാഹ്, മക്കയേക്കാൾ സ്നേഹം നീ മദീനത്തേക്ക് നീ കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്തെന്ന ചരിത്രം പറയണത്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് നെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവേ ഉമർ തങ്ങൾ എന്താ ദുആ ചെയ്യണേ? ഈ മദീനത്ത് യുദ്ധമില്ലല്ലോ, ഈ മദീനത്ത് എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയുന്നവരാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഉമർ തങ്ങൾ ഈ മദീനയിൽ ഷഹീദാകുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ചെയ്യുകയാണ്. ഹജ്ജ് ചെയ്തു കഴിഞ്ഞിട്ടതോ അൽഹംദുലില്ലാഹ്
ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മദീനയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. വെള്ളിയാഴ്ചയതോ എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങൾ ഖുതുബയ്ക്കതോ നേതൃത്വം കൊടുക്കുകയോ. എന്നിട്ടതാ ഉമർ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ തഖ്വ കൊണ്ട് ഉമർ തങ്ങൾ വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾ തഖ്വ കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയതോ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹിക്കതോ മഅദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയോ. ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഅദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയാകുന്നു ഉമർ തങ്ങളുണ്ടല്ലോ. പള്ളിയിലേക്ക് ഇമാമലിക്കാൻ കടന്നു വരികയോ. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും അതോ ബഹുമാനിക്കുകയാണ്. ഉമർ തങ്ങൾ കടന്നു വന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സുബ്ഹിക്കോ ഇമാമ നിൽക്കുകയോ. സുബ്ഹിക്കദാ ഇമാമ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഓതുന്ന സൂറത്ത് ഏതോ സൂറത്ത് യൂസുഫോ പാരായണം ചെയ്യുകയോ. എല്ലാവരും അത് ഇഖ്ലാസോടെ ഈമാനോടെ അദബോടെ എന്റെ പ്രിയമുള്ളവരെ തഖ്വയോടെ നിസ്കാരത്തിലതാ സുബ്ഹിക്കദാ നിൽക്കുമ്പോ അല്ലാഹുവേ അബൂ ലുഅല എന്ന് പറയുന്ന ഒരു മജൂസിയായ വ്യക്തിയുണ്ടല്ലോ. അല്ലാഹുവേ സഫിലതാ കടന്നുകൂടുകയാണ്. മുസ്ലിമീങ്ങളുടെ ശത്രുവാകുന്നു അബൂ ലുഅല എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ. ഊരിപ്പിടിച്ച കത്തിയായിട്ട് കടന്നു വരികയാ. അല്ലാഹുവേ എല്ലാവരും അതാ നിസ്കാരത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ലുഅലു എന്ന് പറയുന്ന അബൂ ലുഅല എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ കത്തിയായിട്ട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ സൂറത്ത് യൂസുഫിന്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്യുമ്പോ സഹാബത്തോ വേറെ ഒരു ചിന്തയില്ല, അവർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല, അവർക്ക് വേറെ ഒരു പരിഗണനയില്ല. ആര് വന്നാലും അവരെന്റെ പ്രിയമുള്ളവരെ കാണൂല. അവരെ കാണുന്നതാരെയാ? അവരെ കാണുന്നത് അല്ലയാണ്, അവര് സംസാരിക്കുന്നത് അല്ലയാണ്, അവരെ സ്നേഹിക്കുന്നത് അല്ലയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മജൂസിയായ വ്യക്തിയുണ്ടല്ലോ ഊരിപ്പിടിച്ച കടാരയെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിയിറക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങളതാ വീഴുകയാണ്. ഉമർ തങ്ങളതാ വീഴുകയാണ്. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ടവര് താഴത്തേക്കതാ വീഴുകയോ. ഒരു മലയിങ്ങനെ പതിക്കുന്നത് പോലെ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഖലീഫയാകുന്ന ഉമറുണ്ടല്ലോ, റസൂലുള്ളാഹിയെ കൽബിനുള്ളിൽ കൊണ്ടു നടന്ന ഉമറുണ്ടല്ലോ വീഴുകയാണ്. അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വീണ് കഴിയുമ്പോ ഈ മജൂസിയായ വ്യക്തിയുണ്ടല്ലോ ഓടുകയോ. അല്ലാഹുവേ സഹാബത്ത് മുഴുവനും നമസ്കരിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിസ്കാരമതോ പൂർത്തിയാക്കുകയോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ കീഴിൽ ഉമർ തങ്ങൾ വേദന കൊണ്ടിട്ട് പുളയുകയാണ്. പ്രിയമുള്ളവരെ വേദന കൊണ്ട് പുളയുകയാണ്, വേദന കൊണ്ട് കരയുകയോ. ആരും എന്റെ പ്രിയമുള്ളവരെ ഗൗനിക്കുന്നില്ല, ആരും എന്റെ പ്രിയമുള്ളവരെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് വലുത് ഉമർ തങ്ങളല്ല, അവർക്ക് വലുത് ഉമർ തങ്ങളല്ല, അവർക്ക് ഖലീഫയല്ല വലുത്, അവർക്ക് വലുതെന്ന് പറയുന്നതാരാ? അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നമസ്കാരമതോ പൂർത്തീകരിക്കുകയോ. അല്ലാഹുവേ എല്ലാവരും അതാ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നപ്പോ ഉമർ തങ്ങളതോ എണ്ണീക്കുന്നില്ല. ഉമർ തങ്ങളോട് എണ്ണീക്കാൻ പറയുകയാണ്, ഉമർ തങ്ങളെ വിളിക്കുകയാണ്, ഉമർ തങ്ങളുടെ കണ്ണിലേക്ക് വെള്ളമിറ്റിക്കുകയാണ്. എന്നാൽ ഖത്താബിന്റെ മകനാകുന്ന ഉമർ തങ്ങളുണ്ടല്ലോ എണ്ണീക്കുന്നില്ല. എല്ലാവരും അതാ വേദനിക്കുകയാണ്, എല്ലാവരും അതാ സങ്കടം
സങ്കടപ്പെടുകയാണ്. ഉടൻ തന്നെ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ കടന്നു വന്നുകൊണ്ട് പറയുകയോ, എന്റെ ഉപ്പയാകുന്ന ഉമറുണ്ടല്ലോ, എണ്ണീക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? എല്ലാവരും ഇങ്ങനെ സാഹൂര്യം എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങളുടെ മകന്റെ വാക്കിങ്ങനെ കേൾക്കുകയാണ്. നമസ്കരിക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ, നമസ്കരിക്കാൻ സമയമായെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട വാപ്പയാകുന്ന ഉമറുണ്ടല്ലോ എണ്ണീക്കുന്നതാ. ഉടൻ തന്നെ അവിടെ കൂടി നിന്ന ആളുകൾ അതാ ചെവിയിൽ പറയുകയാണ്, ഉമർ തങ്ങളെ നമസ്കരിക്കാൻ സമയമാ. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ എണ്ണീക്കുകയാണ്. എണ്ണീച്ചുകൊണ്ട് ചാടി എണ്ണീച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ ഒഴിവാക്കിയ നമസ്കാരമുണ്ടല്ലോ അതാരെങ്കിലും പൂർത്തീകരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തു നിന്ന് ഷഹീദായി ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വിട പറഞ്ഞു പോയെങ്കിലും ഉമർ തങ്ങൾ വിട പറഞ്ഞതെപ്പോഴാ? ഉമർ തങ്ങൾ വിട പറഞ്ഞതെപ്പോഴാ? നമസ്കാരത്തിലാണ് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ തൊണ്ടക്കുടിയിലേക്ക് അസ്റായീൽ റൂഹ് പിടിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? അസ്വലാ, നിങ്ങൾ നമസ്കരിക്കണേ, നിങ്ങൾ നമസ്കരിക്കണേ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ള പറഞ്ഞെങ്കിലോ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് പറയുകയാണ്, സ്വർഗത്തിലേക്ക് നബി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ, ഒന്നാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നമസ്കരിക്കുന്നവരാ, നമസ്കരിക്കുന്നവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ റബ്ബേ, സൗഭാഗ്യം തരണേ അല്ലാഹ്. ഉമർ തങ്ങൾ ദുആ ചെയ്തു, പടച്ചോനെ എന്നെ നീ മദീനയിൽ നീ ഷഹീദായി മരിപ്പിക്കണേ റബ്ബേ. ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് മസ്ജിദുൻ നബവിയിൽ ഇമാമിരിക്കുന്ന സമയത്ത് അടി വയറ്റിലേക്ക് എന്ത് ചെയ്തു? നിസ്കരിക്കണ സമയത്ത് ഒരു മജൂസിയായ വ്യക്തി വന്നിട്ട് കത്തി കുത്തി ഇറക്കി അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് തലകറങ്ങി നമ്മൾ അയാളെ കൊണ്ടുപോകാൻ നോക്കോ, നമ്മൾ നമസ്കരിക്കാൻ നോക്കി? നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മള് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കരിക്കുമ്പോ, റമദാനിലൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മുടെ സ്ഥാനത്ത് ആരെങ്കിലൊക്കെ ഉറക്കക്ഷീണം വന്നിട്ട് ചില ആളുകൾ താഴെ വീഴും, അല്ലെ? കണ്ടിട്ടില്ലേ? റമദാനിലൊക്കെ ചില കുട്ടികൾ ഇങ്ങനെ സുജൂദിൽ കിടന്ന് ഉറങ്ങിപ്പോവും. ചില ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ റമദാനിൽ ചിലപ്പോൾ ഉറക്കം വന്നിട്ട് ഇമാമിനെ കാണും മുമ്പിലേക്ക് എന്ത് ചെയ്യും? നടന്നങ്ങ് പോകും. അതങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, ഈ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഖതീബന്മാരാരെന്നറിയോ? റമദാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള, ഇഷ്ടമുള്ള, എല്ലാവരും മുഹബ്ബത്ത് വെക്കണ ഖതീബന്മാരാരെന്നറിയോ? അറിയുന്നവരുണ്ടെന്ന് കൈവക്കി. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മുത്തലിമൊക്കെ അറിയാം, നിങ്ങൾ പൊക്കണ്ട. ചിലപ്പോ ഉസ്താദന്മാർക്കും അറിയാൻ പറ്റും. ഓനും അറിയാം. എന്നാ ഞാൻ പറയണത് ശരിയാണെങ്കിൽ ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിൽ ഏത് പള്ളിയിലാ തറാവീഹിന് അലം തറ തൊട്ട് കുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഓതണത്? പെട്ടെന്ന് നിസ്കാരം തീർക്കണത് ആരാ? അവരെ വല്ലാത്ത മുഹബ്ബത്താ ചെറുപ്പക്കാർക്കൊക്കെ, അല്ലേ? നോമ്പൊക്കെ തുറന്ന് മട്ടൻ ബിരിയാണിയും കോഴി ബിരിയാണിയും മന്തിയും ഒക്കെ അടിച്ചു കയറ്റി വൈകിട്ട് സ്ഥലമില്ല, എന്നാലും കുറച്ച് ഫുൾജാർ സോഡയൊക്കെ ദഹിക്കാൻ വേണ്ടി അടിച്ചിട്ട് ചില ചങ്ങാതിമാര് നമ്മുടെ ഈ മലപ്പുറത്തിന്റെ കോഴിപ്പുറം ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ പരിസരത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് പറയാം, ഏത് പള്ളി പോകും? ദാരിമി ഉസ്താദിക്കടെ പള്ളി പോകണം, ഒരു സ്ലോ ആണ്, മൂപ്പറ പള്ളി പോകണം. നമുക്ക് അപ്പുറത്ത് പള്ളി പോലോ, അവിടെയും പോകണ്ട, അയാൾ വല്ലുഹാട്ടോ സമയം എടുക്കും. അന്ന് നമുക്ക് അപ്പുറത്ത് ചെറിയ തൈക്കാവുണ്ട്, ശ്രാന്തി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാല് അവിടെ നമുക്ക് പോയാൽ മതി. ചില ചങ്ങാതിമാര് ചിന്തിക്കും, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊക്കെ തറാവീഹ് നമസ്കരിക്കണവരെ, അല്ലെ? ഇനിയിപ്പോ
ഈ ഒരു ഏകദേശം ഒരു 25 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു ദുആ തുടങ്ങും. ഏത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ അല്ലാഹുമ്മ ബല്ലിഅനാ റമളാൻ എന്ന് പറഞ്ഞ് ദുആ തുടങ്ങി കഴിയുമ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇന്ന് വരെ വരാത്തവർ കടന്നു വരും. റമളാൻ അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിയുടെ ഭരണം പിന്നെ വേറെ 5 വഖത്ത് നിസ്കരിക്കുന്നവരല്ല, പിന്നെ പള്ളിയുടെ ഭരണം അറിയില്ല. പിന്നെ റമളാനിന് മാത്രം കടന്നു വരുന്ന ചില ചങ്ങാതിമാരുണ്ട്. മഗ്‌രിബിന് വന്നിട്ട് ഈത്തപ്പഴത്തിന് കുരു ഇല്ലെങ്കിൽ ഉസ്താദിന്റെ വല്യാപ്പാക്കും, തന്ന വെള്ളത്തിന് മധുരം ഇല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒച്ചാപ്പാക്കും വിളിച്ചിട്ട് 2 വാപ്പാക്കും വിളിച്ചിട്ട് എന്ത് ചെയ്യും? അവസാനം റമളാനും പള്ളിയിൽ നിസ്കരിച്ചിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് മുസാഫഹത്തും മുആനക്കൊക്കെ ചെയ്തിട്ട് ഉസ്താദേ ഇനി അടുത്ത പെരുന്നാളിന് കാണാം എന്ന് പറഞ്ഞ് ഓടണ ചില ചങ്ങാതിമാരുണ്ട്. മോനെ സ്വർഗത്തിൽ പോവില്ല, മോളെ സ്വർഗത്തിൽ പോവില്ല. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ് എല്ലാ പെണ്ണുങ്ങളും ഭയങ്കര സിയാറത്തില്ല, എല്ലാ പെണ്ണുങ്ങളും ഭയങ്കര സിയാറത്തിൽ. എന്തേ ഇപ്പം ബീച്ച് ഫെസ്റ്റിവൽ അല്ലേ? ബീച്ച് ഫെസ്റ്റിവൽ അല്ലേ? ഈ ബീച്ച് ഫെസ്റ്റിവൽ ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ബർദയൊക്കെ ധരിച്ച് അല്ലെ, ഈ ചില ആളുകളുടെ വിചാരം ബർദ എന്ന് പറയണത് അല്ലെ, ചില ഉമ്മമാർക്കൊക്കെ ഭയങ്കര സുഖമാണ് ബർദ എന്ന് പറയണത്. കാരണം 2 ദിവസം 3 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നൈറ്റ് ഇടുക, അതിന്റെ പുറത്തേക്ക് ഒരു കറുത്ത ബർദയും കാപ്പിപ്പൊടി ബർദയാണെങ്കിലും ഒന്നും പറയണ്ട, അഴുക്ക് പറ്റിയാലും അറിയില്ല, മുഷിഞ്ഞാലും അറിയില്ല, സ്പ്രേ ഒക്കെ അവിടെ ഇവിടെ അടിച്ചിട്ട് ഇങ്ങനെ താത്തമാര് ബീച്ച് ഫെസ്റ്റിവൽ ഇങ്ങനെ ബ്ലോക്കാ. എന്ത് ബ്ലോക്കാ നമ്മുടെ താത്താമാർ, എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വണ്ടിയുടെ മുമ്പിൽ അവിടെ ഇവിടെയൊക്കെ ചാടുക. ഉസ്താദിന് മുമ്പിലോട്ട് ബലൂൺ വെച്ച് ഇങ്ങനെ അപ്പുറം പൊട്ടിച്ച് അപ്പുറം വന്ന് ഇപ്പുറത്തൊന്നും പൊട്ടിച്ച് അങ്ങനെ നടക്കുന്ന ചില ഉമ്മമാര്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാ, സ്വർഗത്തിൽ കിടക്കൽ ഒന്നാമതെന്നറിയോ? നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ അധികരിപ്പിക്കുന്നവരാണ്. സുന്നത്ത് നിസ്കാരം, അതുപോലെ നിസ്കാരങ്ങൾ ഇഖ്ലാസോടെ അതബോടെ ആചരിക്കുന്നവരാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് സെക്രട്ടറി പ്രസിഡന്റ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്തോളി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പെണ്ണുങ്ങളുടെ ബാത്റൂം അതോ നിങ്ങൾ തന്നെയാണോ? ആരാണെങ്കിലും ഇൻഷാല്ലാഹ് ചെല്ല്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരും എണീച്ചു പോരുത്. വഅദ് കേൾക്കാൻ 2 വിഭാഗം ആളുകൾ ഉണ്ടാവുന്ന ആരാ? ഒന്ന് വഅദ് മുഴുവനും കേൾക്കാനിരിക്കുന്ന ആൾക്കാർ. 2 ആരെന്നറിയോ? ഉസ്താദ് ചിലപ്പോ ബായ് എന്ന് പറഞ്ഞാൽ മതി, ബായ് എന്ന് പറയുന്ന അക്ഷരം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഓടുന്ന ചില ചങ്ങാതിമാരുണ്ട്. കാരണം ഉസ്താദ് ചിലപ്പോ പറയണം അല്ലാഹുവേ ബറക്കത്ത് തരണേ, അല്ലാഹു ദുആ ചെയ്യായിരിക്കും. അപ്പോഴും ചങ്ങാതി ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് ചില ചങ്ങാതി ഓടിക്കളയും. പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കൊടുക്കാത്മാർത്ഥ കൊടുക്കുക സമസ്തക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അൽഹംദുലില്ലാഹ് സഹചാരിയിലേക്ക് ഇതിന്റെ ഫണ്ട് അൽഹംദുലില്ലാഹ് മിച്ചമുള്ളതൊക്കെ കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് ഇൻഷാ അല്ലാഹ് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പടച്ചതമ്പുരാൻ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു കൊടുക്കണം മുഴുവൻ ആളുകൾക്കും അല്ലാഹു യഥാർത്ഥ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഇപ്പൊ ബീച്ച് ഫെസ്റ്റിൽ വരിക, എന്തൊക്കെയാ നമ്മൾ മേടിക്കണേ? ആ ഒരു ചെറിയൊരു പൈസ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് കൊടുത്താൽ മതി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്ത് രോഗം വന്നാലും എന്ത് അസുഖം വന്നാലും നമ്മൾ ഏത് ആശുപത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ കിടന്നാലും നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കുക. നമ്മുടെ കൽബ് എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞു പോകുന്ന ഒരു ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ തഫ്സീറിൽ ഒരു മനോഹരമാകുന്ന എന്നാൽ നമ്മുടെ കൽബ് പടച്ചു പോണ ഒരു ചരിത്രം ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാ ഈ മനോഹരമാകുന്ന സദസ്സിൽ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇത്രമതാ പറയുകയോ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ ഒരു പെണ്ണതാ കടന്നു വരികയോ, ആ പെണ്ണതാ കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ നബിയേ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകരാകുന്ന നബി തങ്ങളതാ ചോദിക്കുകയാണ്, എന്താണ് മോളെ നീ ചെയ്ത തെറ്റെന്തോ, നീ ചെയ്ത അദാബെന്തോ? ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകരാകുന്ന നബി തങ്ങളോട് ആ പെണ്ണത് പറയുകയോ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഭർത്താവെന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരനാണ് നബിയേ, ഒരു ബിസിനസ്സുകാരനാണ് നബിയേ, ദൂരത്ത് പോയി കച്ചവടം ചെയ്യുന്ന ആളാണ് നബിയേ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് നബിയേ, ഞാനൊരു പെണ്ണാണല്ലോ, ആഴ്ചകൾ കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പ്രിയനമനുണ്ടല്ലോ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞാനൊരു ബന്ധമായി നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ ഗർഭിണിയായി നബിയേ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോടതാ പറയുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ ഗർഭിണിയായി നബിയേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടിയെ അല്ലാഹുവേ പ്രസവിച്ചു നബിയേ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ ചോദിക്കുകയാണ്, നിന്റെ കുട്ടി എന്തേ, നിന്റെ കുട്ടി എന്തേ? ഉടൻ തന്നെ ആ പെണ്ണതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടിയെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? എനിക്ക് സുറുക്കയുടെ കച്ചവടമാണ് നബിയെ, എനിക്ക് സുറുക്കയുടെ കച്ചവടമാണ് നബിയെ. ഈ സുറുക്കയുണ്ടല്ലോ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കച്ചവടമാണ്. എന്നാൽ ഞാൻ ചെയ്തതെന്താ? അല്ലാഹുവേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞാനൊരു ആൺകുട്ടിയാണല്ലോ പ്രസവിച്ചത്, ഞാനതാ ഒരു കുപ്പിയിലതാ സുറുക്കയതാ എടുക്കുകയാ. എന്നിട്ടതാ സുറുക്കയിലേക്ക് ഞാനതാ പ്രസവിച്ചോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയുണ്ടല്ലോ മുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ സുറുക്കയിലേക്ക് മുക്കുകയാ. എന്നിട്ട് എന്താണ് ആ പെങ്ങൾ ചെയ്തതെന്നറിയോ? അതിങ്ങനെ മാറ്റി വെക്കുകയാണ്. ആഴ്ചകൾ എന്റെ പ്രിയപ്പെട്ടവര് കഴിഞ്ഞു പോവുകയാണ്, ദിവസങ്ങൾ കഴിയുകയാണ്, മണിക്കൂറുകൾ കഴിയുകയാണ്. ആ സുറുക്കയിൽ കിടന്നുകൊണ്ട് ആ ജീവനുള്ള പൊന്നുമോനുണ്ടല്ലോ ആ സുറുക്കയിലതോ ലയിക്കുകയാ. ആ പൊന്നുമോന്റെ തലച്ചോറുണ്ടല്ലോ, ആ പൊന്നുമോന്റെ കൈകളുണ്ടല്ലോ, ആ പൊന്നുമോന്റെ കാലുകളുണ്ടല്ലോ, ആ പൊന്നുമോന്റെ തൊലികളുണ്ടല്ലോ, ആ പൊന്നുമോന്റെ ചെവികളുണ്ടല്ലോ, ആ പൊന്നുമോന്റെ കണ്ണുകളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട റാഫിദങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ആ കണ്ണുകളും ശരീരത്തിന്റെ തലഭാഗങ്ങളുണ്ടല്ലോ, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ സുർക്കയിലതാ ലയിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതോ നിലവിളിക്കുകയോ കഴിയുകയോ. അല്ലാഹുവേ, എന്നിട്ടാ പെങ്ങൾ പറയുകയാണ്, ആ സുർക്കയുണ്ടല്ലോ ഞാൻ നാട്ടിലുള്ള നാട്ടുകാർക്ക് മുഴുവനുണ്ടല്ലോ കുടിക്കാൻ കൊടുക്കുകയാ. ആ സുർക്കയുണ്ടല്ലോ ഞാൻ കച്ചവടം ചെയ്യുകയാ. ഉടൻ തന്നെ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് കരയുകയാ. സഹാബത്തതാ അത്ഭുതപ്പെടുകയാണ്, എന്ത് പെണ്ണാണ് നീയോ, എന്ത് പെണ്ണാണ് നീയോ, എന്ത് ഹൃദയമാണ് നിന്റേത്. ഉടൻ തന്നെ അതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ആ പെണ്ണതാ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ, അല്ലാഹു പുറത്തു തരുമോ? ഉടൻ തന്നെ റസൂലുള്ള പറയുകയാണ്, നിന്റെ ഹൃദയമുണ്ടല്ലോ കഠിനമാണ് പെണ്ണേ, നിന്റെ ഹൃദയമുണ്ടല്ലോ കഠിനമാണ് പെണ്ണേ. എന്നിട്ടതാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാണ്, പെണ്ണേ, നീ നിന്റെ പൊന്നുമോനെയുണ്ടല്ലോ സുർക്കയിലേക്ക് ഇടാനുള്ള കാരണം എന്താണ്? നിന്റെ ഹൃദയം കഠിനമായത് കൊണ്ടാണ്. അതിനുള്ള കാരണം എന്താ? അസ്ർ നമസ്കാരമുണ്ടല്ലോ, അസ്ർ നമസ്കാരമുണ്ടല്ലോ, നീ ഒഴിവാക്കുന്നവളാ, നീ ഒഴിവാക്കുന്നവളാ. ഉടൻ തന്നെ ആ പെങ്ങളതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ അസ്ർ നമസ്കരിക്കാറില്ല നബിയേ, ഞാൻ അസ്ർ നമസ്കരിക്കാറില്ല നബിയേ, എനിക്ക് മടിയാണ് നബിയേ. എന്താ പെങ്ങളതാ പറയുമ്പോ, സുബ്ഹി നമസ്കരിക്കാത്തവര്, ദുഹർ നമസ്കരിക്കാത്തവര്, അസ്ർ നമസ്കരിക്കാത്തവര്, മഗ്രിബ് നമസ്കരിക്കാത്തവര്, ഇശാ നമസ്കരിക്കാത്തവര്, നിങ്ങളോട് ഞാൻ സ്നേഹത്തിലതാ പറയുകയാ. ഇന്നലെ വരെ നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഈ സെക്കൻഡുകളിൽ എന്റെ പ്രിയപ്പെട്ടവര് പടച്ചവന്റെ പള്ളിയിലൊന്നും മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരാത്തവരെ, നഊദു ബില്ലാഹ്, നിനക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ പരീക്ഷണങ്ങൾ തരുന്നതോ, പരീക്ഷണങ്ങളതോ തരുന്നതോ. അതുകൊണ്ട് പൊട്ടിക്കരണ്ടുകൊണ്ട്
പടച്ചവനോട് ദുആ ചെയ്തു. എത്രയോ പേരെന്നറിയോ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് എത്രയോ സാധുക്കളാകുന്ന ഉപ്പമാരാണ് കിടക്കുന്ന കിടക്കപ്പായില് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ സാധുക്കളാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹു ആഫിയത്ത് തരുമ്പോ, അല്ലാഹു ആരോഗ്യം തരുമ്പോ, അല്ലാഹു ദീർഘായുസ് തരുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രിയമുള്ളവര് നമസ്കരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്നത് വരെ പടച്ചവന്റെ പള്ളിയില് കൃത്യമായി നമസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ റബ്ബേ.